Hi friends, welcome to Anu's Kitchen. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ബിരിയാണി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ മീഡിയം സൈസിലുള്ള പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കാം. സാധാരണ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുന്ന ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയിൽ ചിക്കൻ എല്ലാം വലിയ പീസായിട്ടായിരിക്കും കിടക്കുന്നത്. പക്ഷേ ഞാനിവിടെ ചിക്കൻ ഒരു മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. കാരണം നമ്മൾ കേരള ബിരിയാണി വെക്കുന്നതിനും വ്യത്യാസമായിട്ട് ഹൈദരാബാദി ബിരിയാണി പകുതി വെന്ത ചോറിൻ്റെ കൂടെ ദം ചെയ്തിട്ടിട്ടാണ് ഈ ചിക്കൻ വേവിക്കുന്നത്. അല്ലാതെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചിക്കൻ വേവിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ദം ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടാനും ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് വേവാനും വേണ്ടിയിട്ടാണ് ഞാൻ മീഡിയം സൈസിലുള്ള പീസായിട്ട് കട്ട് ചെയ്തിട്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു മസാലപ്പൊടി തയ്യാറാക്കണം. അതിന് വേണ്ട സാധനങ്ങൾ നോക്കാം. 2 വഴനേല അല്ലെങ്കിൽ കറുവേല എടുത്തിട്ടുണ്ട്, 5 ഏലക്ക, 1 ടീസ്പൂൺ കുരുമുളക്, 8 ഗ്രാമ്പു, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1 കഷ്ണം പട്ട, 2 ജാതിപത്രി, 2 തക്കോലം, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം. ഇത്രയും സാധനങ്ങൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം. ഇത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല, നേരിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇതിനകത്ത് വഴനേല അല്ലെങ്കിൽ കറുവേല ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും തീർച്ചയായിട്ടും ഉപയോഗിക്കണം. ഒന്നും ഒഴിവാക്കാൻ പാടില്ല. വഴനേല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഈ മസാലപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല ചേർക്കാം. ആ മസാല ഫുള്ള് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 2.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ കട്ടി തൈര് ചേർക്കാം. 2 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. 2 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. പച്ചമുളക് അരിഞ്ഞ് തന്നെ ചേർക്കണം, അരച്ചെടുക്കരുത്. ഇനി ഇതിലേക്ക് ഒരു വലിയ പിടി മല്ലിയില അരിഞ്ഞത് ചേർക്കാം. ഒരു ചെറിയ പിടി പുതിനയില അരിഞ്ഞതും ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ ചിക്കനിലോട്ട് ആ മസാലയെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഈ മസാലയൊക്കെ നല്ലതായി പിടിക്കാൻ വേണ്ടിയിട്ട് ഇത് കുറേ നേരം നമുക്ക് മാറ്റി വെക്കണം. സാധാരണ തലേദിവസം രാത്രി ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അടുത്ത ദിവസമാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഞാനിന്നിപ്പോൾ രാത്രിയാണിത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെക്കാം. അടുത്ത ദിവസം നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ ബിരിയാണി തയ്യാറാക്കുന്നതിനും 2 മണിക്കൂർ മുന്നെങ്കിലും ചിക്കൻ എടുത്ത് പുറത്ത് വെക്കണം. അതിൻ്റെ തണുപ്പ് നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഈ ബിരിയാണിയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസ് വേണം. അത് 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം. പിന്നെ ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് സവോള വേണം. ഞാനിവിടെ 5 സവോള കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ കേരള ബിരിയാണി വെക്കുമ്പോൾ ചെയ്യുന്ന പോലെ സവോള വഴറ്റിയെടുക്കുകയല്ല ചെയ്യേണ്ടത്, ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള സവോളയാണ് നമ്മൾ ചിക്കനിലോട്ട് ചേർത്തിട്ട് ഇതിൻ്റെ മസാല തയ്യാറാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവോള ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എണ്ണ ഒഴിക്കുക. ഞാൻ കുറച്ചായിട്ട് ചേർത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ മതി. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം സവോള ഇട്ട് കൊടുക്കാം. കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. അത് ഇടുമ്പോൾ തന്നെ ഇതുപോലെ നന്നായി പതഞ്ഞു വരണം. അത്ര ചൂടിൽ ഇട്ടാലേ സവോള നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതിന് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ആവശ്യത്തിന് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ നിറം മാറരുത്. കാരണം സവാള കൂടുതൽ ബ്രൗൺ ആയിക്കഴിഞ്ഞാൽ അതിന് കയ്പ്പ് ചുവ വരും. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ അതിനും ആ ഒരു കയ്പ്പ് വരും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ നിറം ആകുമ്പോൾ തന്നെ മാറ്റാം. പിന്നെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടും അതിൻ്റെ ആ ചൂടിലിരുന്നത് കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ ആവും. അപ്പോൾ അത് കണക്കാക്കി വേണം ആദ്യം ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരു പ്ലേറ്റിൽ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലോട്ട് നമുക്ക് ഈ സവോള ഫ്രൈ ചെയ്തത് വെച്ച് കൊടുക്കാം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള സവോളയും ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് എടുക്കുന്ന സമയത്ത് ചില സവോളയുടെ പീസസൊക്കെ നല്ല ബ്രൗൺ നിറം ആവാതെ അല്ലെങ്കിൽ ഗോൾഡൻ നിറം ആവാതെ കിടക്കും. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ മാറ്റി വെച്ച് കഴിയുമ്പോൾ ആ ചൂടിലിരുന്ന് അതങ്ങ് ബ്രൗൺ ആയിക്കോളും. കാരണം നമ്മൾ പിന്നെയും കൂടുതൽ സമയം അത് ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് ഇത് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നാൽ ബാക്കിയുള്ളത് കരിഞ്ഞു പോവും.
അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ എടുത്താൽ മതി. സവോള എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കണം. ഇപ്പോൾ കണ്ടോ എല്ലാം ഒരുപോലെ ബ്രൗൺ ആയിട്ടുണ്ടല്ലോ, ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അരി വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ നിറയെ വെള്ളം എടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. ഒരു കഷ്ണം പട്ട, 4 ഏലക്ക, ഒരു തക്കോലം, 4 ഗ്രാമ്പൂ, ഒരു ജാതിപത്രി, പിന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം. ഈ മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയൊരു തുണിയിൽ കെട്ടിയിട്ടും ചേർക്കാം. കാരണം ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ മസാല ഇങ്ങനെ കടിക്കുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കത്തില്ല. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു തുണിയിൽ ഇതെല്ലാം കൂടി കെട്ടിയിട്ട് ഈ വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. അവസാനം ചോറ് വെന്ത് കഴിയുമ്പോൾ ആ തുണി അങ്ങ് മാറ്റിയാൽ മതി. ഇതിലേക്കിനി 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ ചോറ് വെള്ളം ഊറ്റി കളഞ്ഞ് വേവിക്കുന്നതായതുകൊണ്ട് നന്നായിട്ട് ഉപ്പ് ചേർക്കണം. അതായത് നമ്മൾ ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലായിട്ട് തോന്നണം. എന്നാൽ മാത്രമേ ചോറ് വെന്ത് കഴിയുമ്പോൾ അതിനകത്ത് ആവശ്യത്തിന് ഉപ്പ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇത് തിളച്ച് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് അരി ചേർത്ത് കൊടുക്കാം. വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കുതിർത്ത് വെച്ച ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരി വേവിച്ചെടുക്കുന്നതാണ് ബിരിയാണിയിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒരുപാട് വെന്ത് പോകരുത്. അതായത് 70% വെന്താൽ മതി. അതായത് നമ്മളൊരു ചോറെടുത്ത് കഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉള്ളിൽ ചെറുതായൊരു പച്ചപ്പുണ്ടാവണം. ആ ഒരു സ്റ്റേജിലാണ് നമ്മളിത് വെള്ളം ഊറ്റിയെടുക്കേണ്ടത്. ഹൈദരാബാദി ബിരിയാണിയിൽ ചോറെല്ലാം ഇങ്ങനെ നല്ലതായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ കിടക്കണം. ഒട്ടും തന്നെ കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അരി വേവിക്കുന്നത് വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ ഇത് ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇങ്ങനെയാണ് വേണ്ടത്. നമ്മളിങ്ങനെ കയ്യിലെടുത്ത് പ്രസ് ചെയ്ത് നോക്കുമ്പോഴും മനസ്സിലാവും ഉള്ളിൽ ചെറുതായിട്ടൊരു വേവ് ഉണ്ടാവും. നമ്മളൊന്ന് കഴിച്ച് നോക്കിയാലും മനസ്സിലാവും. അരിയുടെ ഒരു പച്ചപ്പ് ചെറുതായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ തീ ഓഫ് ചെയ്ത് വെള്ളം ഊറ്റിയെടുക്കാം. ഞാനിവിടെ ചോറ് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞാൽ ഉടനെ തന്നെ ഇതിനകത്തോട്ട് കുറച്ച് തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നിങ്ങൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തിളപ്പിച്ചാറ്റിയതുണ്ടല്ലോ, അത് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ ചോറിൻ്റെ നല്ല ചൂടങ്ങ് മാറിക്കിട്ടും. അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ചോറിൻ്റെ ചൂട് ആവിയിലിരുന്നത് കൂടുതൽ വെന്ത് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ വേവിച്ചെടുക്കുമ്പോൾ ചോറ് ഇതുപോലെ ഇരിക്കണം. ഒട്ടും തമ്മിലൊട്ടാതെ വേറെ വേറെ തന്നെ കിടക്കണം. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി ദം ചെയ്ത് വേവിച്ചെടുക്കാം. അതിന് മുന്നേ ബിരിയാണി ലെയർ ചെയ്യുമ്പോൾ ചേർക്കാനുള്ള സാധനങ്ങളെല്ലാം റെഡിയാക്കി വെക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. അതിനകത്തേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടിക്ക് പകരം നിങ്ങളുടെ കയ്യിൽ കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. പിന്നെ ഇത് ലെയർ ചെയ്യുമ്പോൾ ചേർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യും വേണം. പിന്നെ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി ദം ചെയ്യാൻ വേണ്ടിയിട്ടൊരു പാത്രം എടുക്കാം. അടി കട്ടിയുള്ള പാത്രം നോക്കി എടുക്കണം. സാധാരണ ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച സവോളയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെറുതെ ഈ പാനിൻ്റെ താഴെ ഇട്ടിട്ട് പകുതി വേവിച്ച് വെച്ച ചോറ് അതിൻ്റെ മുകളിലിട്ട് ദം ചെയ്തെടുക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ആ ചിക്കനിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ ചേർത്ത മസാലകളുടെ ഒരു പച്ചപ്പ് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ആദ്യം ആ ചിക്കൻ ചെറുതായിട്ടൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കും. അത് നമ്മൾ മസാലയുടെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രം ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കേരള ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന അത്രയും നെയ്യ് ഇതിന് ആവശ്യമില്ല. കുറച്ച് നെയ്യ് മതി. ഇനി ഇതിലേക്ക് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കാം. ആ മസാലകളുടെ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് അടച്ചു വെച്ചൊന്നും വേവിക്കരുത്. ഇതുപോലെ തുറന്നിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പം മസാലകളുടെ പച്ചപ്പൊന്ന് മാറിയിട്ടുണ്ട്. ഇത് മതിയാവും. ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ചോറിൻ്റെ മുകളിൽ ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവോള മാറ്റി വെക്കണം. ബാക്കിയുള്ളത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇനി ചോറിട്ടിട്ടാണ് ദം ചെയ്ത് വേവിച്ചെടുക്കുന്നത്. അതിനു മുന്നേ ഇതിൻ്റെ താഴെ ഒരു ദോശക്കല്ല് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ ചൂട് കറക്റ്റായിട്ട് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരത്തുള്ളൂ. അപ്പോൾ ഈ പാൻ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ താഴെ നമുക്കൊരു ദോശക്കല്ല് വെച്ച് കൊടുക്കാം. ഇതുപോലൊരു ദോശക്കല്ല് അല്ലെങ്കിൽ നല്ല കട്ടിയുള്ളൊരു പാൻ വെക്കാം.
ഇനി ഈ ദോശക്കല്ലിലേക്ക് നമുക്ക് ആ പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഒരു ലെയറായിട്ട് തന്നെ ഇട്ടാൽ മതി. ഈ ചോറിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ അമർത്തി വെക്കുകയൊന്നും ചെയ്യരുത്, കുറച്ച് ലൂസായിട്ട് തന്നെ ഇട്ടാൽ മതി. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് നന്നായിട്ട് ആവി വരത്തുള്ളൂ. അതിൻ്റെ മുകളിലോട്ടൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ പാലും മഞ്ഞൾപ്പൊടിയും കൂടി കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് സവോള ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നിങ്ങൾ ഈ പാൻ അടയ്ക്കാൻ ഉപയോഗിക്കുന്ന പാത്രം എടുക്കുക. അതിൻ്റെ സൈഡിൽ കുറച്ച് ഗോതമ്പ് മാവ് അല്ലെങ്കിൽ മൈദമാവ് ഇങ്ങനെ കുഴച്ചെടുത്തത് ഒട്ടിച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ആ പാത്രത്തിൻ്റെ വട്ടത്തിന് മാവ് ഒട്ടിച്ച് വെക്കണം. ഇനി ആ പാത്രം കൊണ്ട് നമുക്കത് മൂടി വെക്കാം. വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കുക. ഇതിനകത്തുനിന്ന് ഒട്ടും തന്നെ ആവി പുറത്തോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ സീൽ ചെയ്ത് വെക്കുന്നത്. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സൈഡിലെല്ലാം ഒന്ന് നോക്കണം. ഒട്ടും തന്നെ ആവി പോവാതെ നന്നായി സീൽ ചെയ്ത് തന്നെ വെക്കണം. എന്നാലേ ചിക്കൻ വേവത്തുള്ളൂ. കാരണം ഒട്ടും തന്നെ വേവാത്ത ചിക്കനാണ് നമ്മൾ ഈ ദം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഉള്ളിലത്തെ ചൂടിലിരുന്ന് വേണം അത് വേവാൻ. അപ്പോൾ ഒട്ടും ആവി പുറത്ത് പോകരുത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തു. ഇനി ഹൈ ഫ്ലെയിമിൽ 5 മിനിറ്റ് വെക്കുക. അതിനുശേഷം തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് വെക്കണം. അപ്പോഴേക്കും ഉള്ളിലുള്ള ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ചോറും ആവശ്യത്തിന് വേവും. അപ്പോൾ നമുക്ക് 40 മിനിറ്റ് കഴിഞ്ഞ് നോക്കാം. ഇപ്പോൾ 40 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു 15 മിനിറ്റ് ഇതുപോലെ തന്നെ വെക്കാം. അതിന് ശേഷം നമുക്കിത് തുറന്നു നോക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് തുറന്നു നോക്കാം. ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് സൈഡിൽ നിന്നൊന്ന് ഇളക്കി കൊടുക്കണം. എന്നാലേ അത് തുറന്നു വരത്തുള്ളൂ. നല്ല കട്ടിയായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഇനി തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം താഴെ ഒന്നിങ്ങനെ ഇളക്കി നോക്കുക. മിക്സ് ചെയ്യുന്നതിന് മുന്നേ താഴെ ഒന്ന് ഇളക്കി നോക്കുക. ചിക്കൻ നല്ല ഡ്രൈ ആയിട്ടായിരിക്കണം ഇരിക്കേണ്ടത്. ഒട്ടും തന്നെ വെള്ളം ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അഥവാ നിങ്ങൾ തുറക്കുന്ന സമയത്ത് കുറച്ച് ഈർപ്പം അല്ലെങ്കിൽ കുറച്ച് വെള്ളം താഴെ ഉണ്ടെന്ന് തോന്നിയാൽ ഹൈ ഫ്ലെയിമിൽ ഒരു 2-3 മിനിറ്റ് ഇടുമ്പോൾ അതങ്ങ് വറ്റിക്കിട്ടും. ചിക്കനൊക്കെ എന്തായാലും വെന്തിട്ടുണ്ടാവും. ഇതിപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഒട്ടും വെള്ളമൊന്നും ഇല്ലാതെ ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ ചിക്കനും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ഹൈദരാബാദി ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഞാൻ ഒന്നും കൂടി പറയാം. ഒന്ന്, ചിക്കൻ തലേദിവസം രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് കിട്ടത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ചോറ് വേവിക്കുമ്പോൾ ഒട്ടും തന്നെ വെന്ത് കുഴഞ്ഞു പോകരുത്. 70% വെന്താൽ മതി. അതായത് ഓരോ ചോറും വേറെ വേറെ തന്നെ കിടക്കണം. പിന്നെ മൂന്നാമത്തെ കാര്യം, സവോള ഫ്രൈ ചെയ്ത് തന്നെ എടുക്കണം, വഴറ്റി എടുക്കരുത്. പിന്നെ ഇത് ദം ചെയ്യുന്നത് ഒരു ദോശക്കല്ലിൻ്റെയോ അല്ലെങ്കിൽ കട്ടിയുള്ളൊരു പാനിൻ്റെയോ മുകളിൽ വെച്ചിട്ട് തന്നെ ചെയ്യണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ചൂട് എല്ലാ സ്ഥലത്തും ഒരുപോലെ വരത്തുള്ളൂ. പിന്നെ ഇത് ദം ചെയ്യാൻ മൂടി വെക്കുമ്പോൾ മാവ് ഉപയോഗിച്ച് നന്നായിട്ട് സീൽ ചെയ്ത് തന്നെ വെക്കണം. ഒട്ടും തന്നെ ആവി പുറത്ത് പോകാതെ നോക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ബിരിയാണി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പിയായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.